ബാൾട്ടിമോറിൽ പാലം തകർന്ന നദിയിൽ വീണ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു എന്ന് ഞങ്ങളുടെ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നിർമ്മാണ തൊഴിലാളികളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തെരച്ചിൽ വീണ്ടും നിർത്തിവെച്ചുവെന്നും അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര, എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? ഇനി എത്ര പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്? ഗുഡ് മോർണിംഗ് എസ് കെ. ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം തകർന്ന് നദിയിൽ വീണ 6 നിർമ്മാണ തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ കണ്ടെത്തുകയുണ്ടായി. ഒരാളുടെ പോക്കറ്റിൽ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധിച്ചും മറ്റൊരാളുടെ വിരലടയാളവും നോക്കി ആണ് ഇവരെ തിരിച്ചറിഞ്ഞത്. അലഹാൻഡ്രോ ഹെർണാണ്ടസ് 35 വയസ്സാണ് പ്രായം. അതുപോലെ ഡോളിയൻ കാസ്റ്റെല്ലോ 26 വയസ്സായിരുന്നു പ്രായം. ഈ തൊഴിലാളികളുടെ ബോഡിയാണ് ലഭിച്ചതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ കുഴികൾ അടയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ഇരുവരും. ഈ പാലത്തിൻ്റെ മധ്യഭാഗത്ത് തൂണിന് സമീപം 25 അടി താഴ്ചയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ചുവപ്പ് പിക്കപ്പ് വാനിനുള്ളിൽ നിന്നാണ് ഇവരെ ഇന്ന് കണ്ടെത്തിയത്. എന്നാൽ ഈ തെരച്ചിലും രക്ഷാപ്രവർത്തനവും ഒന്നും ഒട്ടും തുടരുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഈ മേഖലയിലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മുങ്ങൽ വിദഗ്ധർക്ക് സുരക്ഷിതമായി ഇവിടെ നാവിഗേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുവാനോ സാധിക്കുന്നില്ല. അതുപോലെ ഈ സോണാർ സ്കാനുകളെ അടിസ്ഥാനമാക്കി ആണ് ഈ നദിയിൽ പോയ വാഹനങ്ങൾ ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കൊക്കെ അടിയിലാണെന്നാണ് കരുതുന്നതെന്നാണ് US കോസ്റ്റ് ഗാർഡ് പറയുന്നത്. അപകടത്തിൽപ്പെട്ട തൊഴിലാളികൾ മെക്സിക്കോ, ഗോട്ടമാല, ഹോണ്ടുറാസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അതേസമയം SK ഈ പാലത്തിൽ ഇടിച്ച കപ്പലിൽ ഇപ്പോഴും 1.5 മില്യൺ ഗാലൻ്റെ ഇന്ധനവും ലൂബ്രിക്കൻ ഓയിലും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ 4700 കണ്ടെയ്നറുകൾ ഉള്ളതിൽ 56 എണ്ണം ഏറെ അപകടം പിടിച്ച വസ്തുക്കളാണുള്ളതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ കപ്പലിലെ വൈദ്യുതി നഷ്ടപ്പെട്ടതും കപ്പലിൻ്റെ നിയന്ത്രണം പോയതിൻ്റെയും ഒക്കെ പിന്നിൽ പല കാരണങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും മലിനമായ ഇന്ധനം കപ്പലിലെ ജനറേറ്ററിൽ ഉപയോഗിച്ചിരുന്നിരിക്കാം എന്നൊരു സാധ്യതയിലേക്കാണ് പ്രധാനമായും ഈ കപ്പൽ രംഗത്തെ വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത്. പ്രതിദിനം ഒരു $100 മില്യൺ ചരക്കുകൾ കൈകാര്യം ചെയ്തിരുന്ന ബാൾട്ടിമോർ തുറമുഖത്ത് 8000 പേർക്ക് ദിനം പ്രതി നേരിട്ട് തൊഴിലുറപ്പ് നൽകിയിരുന്നു. ഈ ബാൾട്ടിമോർ തുറമുഖം എങ്ങനെയും തുറക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് US ഗവൺമെൻറ്. ഈ പറ്റാപ്സ്കോ നദിയിൽ നിന്ന് പാലത്തിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ കപ്പലും ക്ലിയർ ചെയ്യുവാൻ US ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് 1000-ലധികം എഞ്ചിനീയർമാരെയും കൺസ്ട്രക്ഷൻ സ്പെഷ്യലിസ്റ്റുകളെയും ഈ മേഖലയിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.